ഹലോ ഫ്രണ്ട്സ്, ചൂട് ചായക്കൊപ്പം കഴിക്കാൻ ഒരു പുതിയ ഐറ്റവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതും കാലത്തുണ്ടാക്കിയ പുട്ട് ബാക്കിയുണ്ടെങ്കിൽ നമുക്കിതേപോലെ ഉണ്ടാക്കാം. ഇനിയും ആരും ഫ്രിഡ്ജിൽ വെച്ച് അടുത്ത ദിവസം ചൂടാക്കി കഴിക്കാൻ നിൽക്കണ്ട. പകരം ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിനായി പുട്ടെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അതിനുശേഷം നന്നായി പഴുത്ത പഴമെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ചേർത്ത് അരച്ചെടുക്കാം. അതിനുശേഷം ഈ മിശ്രിതം ഈ പുട്ടിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കുഴച്ചെടുക്കാം. ഒരുപാട് കട്ടിയായിട്ടിരിക്കാൻ പാടില്ല. ഇനിയും പഴം വേണമെന്ന് തോന്നിയാൽ അരച്ച് ചേർക്കാവുന്നതാണ്. ഇനിയും നന്നായി കുഴച്ച് വെച്ചതിന് ശേഷം നമുക്ക് ബ്രെഡ് പൊടിയെടുക്കാം. അതിനുശേഷം ഒരു മുട്ട പൊട്ടിച്ച് ഇത്തിരി ഉപ്പും ചേർത്ത് കലക്കി വയ്ക്കാം. ഇനി നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന പുട്ടിനെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഷേപ്പിൽ കട്ട്ലേറ്റിൻ്റെ രൂപത്തിൽ പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനെ മുട്ടയിൽ മുക്കി ശേഷം എടുത്തു വച്ചിരിക്കുന്ന ബ്രെഡ് പൊടിയിലും മുക്കി ചൂടായ എണ്ണയിലിട്ട് ഇരുവശവും മുരിഞ്ഞു വന്നതിന് ശേഷം കോരിയെടുത്ത് കഴിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും ഗുഡ് ബൈ.